അങ്ങനെ ദേവൻ ജയോട് പറയുന്നുണ്ട്, ഭാവനയുടെ ജീവിതത്തിൽ ഇനിയും കരിനീർ വീഴ്ത്താനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്ന സൂര്യയെ മാത്രമായിരിക്കില്ല, എന്നെയും കൂടി ആയിരിക്കും. ഇത് കേട്ട് ജയാക ഷോക്കാവാണ്. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളെല്ലാം നീ ഭാവനയോട് ചെയ്തു. എന്നിട്ടും എല്ലാം മറന്നിട്ട് അവൾ നിന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അസുഖക്കാരിയെ നിനക്ക് എല്ലാത്തിനും അവൾ കാവലിരുന്നു. അതൊന്നും നീ ഇനി ഒരിക്കലും മറക്കരുത് ജയ എന്നൊക്കെ പറയട്ടെ ദേവൻ. എല്ലാം കേട്ട് നിൽക്കുന്ന ജയ പുച്ഛിച്ച് തള്ളുകയാണ്. അതൊക്കെ അവൾ ചെയ്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? എല്ലാം സൂര്യയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് അവനെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അപ്പോൾ നീയും എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ? ഇത്രയും കാലം സൂര്യയുടെ ഭാവനയോട് കാണിച്ച സ്നേഹമെല്ലാം വെറും അഭിനയമായിരുന്നല്ലേ? എല്ലാം നീയും നിന്റെ ഏട്ടനും തമ്മിൽ ഒത്തുകളിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് സൂര്യക്കും അറിയാം. ഹോസ്പിറ്റലിൽ വെച്ച് എന്തായിരുന്നു നിന്റെ അഭിനയം? മധുരം വിളമ്പലും എല്ലാം അതും അഭിനയമായിരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ജയ കള്ളക്കണ്ണീര് ഒഴുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവായിട്ടല്ലേ ദേവൻ കാണുകയുള്ളൂ. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അവസാനം ദേവൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും ഇവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇവിടെ കയറി കൂടിയല്ലോ. ഇനി എന്തായാലും ഭാവന ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അഥവാ കൊണ്ടുവന്നാൽ അവർ അവളെ അപായപ്പെടുത്തും. അതുകൊണ്ട് തന്നെ സൂര്യക്ക് ഇനി മറ്റൊരു വീട് നോക്കേണ്ടി വരും. കൂടെ ഞാനും പോകും എന്നൊക്കെ ദേവന് പറയാണ്. എല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കണ്ട ജയ. അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചല്ലോ. ഇവിടെ നീയും നിന്റെ ഏട്ടനും ഏട്ടത്തിയും മാനസികം കൂടി അങ്ങ് കഴിഞ്ഞാൽ മതി എന്ന് പറയാണ്ട് ദേവൻ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. രാവിലെ തന്നെ വിജയപത്മനും ജാനകി അവിടെ എത്തിയിട്ടുണ്ടോ? ജാനകി ഗായത്രി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഭാവനയും ഗായത്രി അവിടേക്ക് വരുന്നുണ്ടോ? ഏട്ടനും ഏട്ടത്തിയോ എന്തെത്ര നേരത്തെ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും കാര്യമില്ലാതെ ഞങ്ങൾ വരില്ലല്ലോ, ഭരത് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ഗായത്രിക്കും കാര്യം മനസ്സിലായിട്ടോ. അവൻ പറയുന്നതിൽ കാര്യമുണ്ട് ഗായത്രി, നമുക്ക് അങ്ങനെ ചുമ്മാ തള്ളാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾക്കറിയാൻ വലിയ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, ഭരത് എന്താണ് പറഞ്ഞതെന്ന് ഏട്ടത്തിനും ഏട്ടത്തിക്കും അറിയാമോ? അവൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞ് മാനസയുടെ വയറ്റിൽ വളരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എന്തിനാ സൂര്യയും ഭാവനയും മറ്റൊരു കുഞ്ഞിനെ ധൃതി വെച്ചത് എന്നാണ് അവൻ ചോദിച്ച ചോദ്യം. ഇത് കേട്ടതും ജാനകിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എനിക്ക് അപ്പോഴേ തോന്നിയതാണ് അവൻ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് വല്യമ്മ ഭരത്തിനോട് അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്നൊക്കെ ഭാവന പറയാണ്. അപ്പോൾ സേതുമായും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. സേതുവിനെ കണ്ടതും വിജയപത്മന് ഉപദേശിക്കുന്നത്, എന്താടാ നീ കള്ളു കുടിക്കാൻ തീരുമാനിച്ചോ? ഭാവന ഒരു അമ്മയാകാൻ പോകുന്നതിന് സന്തോഷ വാർത്ത അറിഞ്ഞിട്ടാണ് നീ കുടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, അല്ല വല്ലച്ച, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭാവന വീണ്ടും ഗർഭിണിയായ സ്ഥിതി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കുഞ്ഞിന് ഇനി മാനസ് വിട്ടു കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സൂര്യക്ക് അവളെ തള്ളി പറയാനാകുമോ? അവൾ ഇവർക്കൊരു ബാധ്യത തന്നെയാകും. നിങ്ങൾ കുറിച്ചിട്ടോ, ഞാൻ പറയുന്നത് തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ സേതു പറയാണ്. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, സേതു പറയുന്നത് അങ്ങനെ തള്ളിക്കളയാനാവില്ല, അങ്ങനെ തന്നെയായിരിക്കും മനസ്സിലിരിപ്പ് എന്നും. ആ ജയഭാവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനി ഇവളെ ഒഴിവാക്കി മാനസയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരിക്കും അവരുടെ മനസ്സിലിരിപ്പ്. അങ്ങനെയൊക്കെ അവർ മാനസയുടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ സൂര്യ വന്ന കാര്യവും പറയുന്നുണ്ട്, ആ ജയനും ഭാര്യ പ്രസീതയും അവിടെ താമസിക്കാൻ തുടങ്ങി എന്നുള്ള വിവരം. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഷോക്കാവുകയാണ്. ഞാനും അച്ഛനും അവരെ നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വീണ്ടും ഓരോ പ്രശ്നത്തിന് പോയാൽ അവർ മാനസയുടെ പേരും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരും. അതിൽ പിന്നെ ഞാനും ഭാവനയുമായിരിക്കും കോടതി കയറി ഇറങ്ങേണ്ടി വരിക. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമാണിത്. ഇനിയും ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയാണ്ട് സൂര്യ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സൂര്യ എന്ന് ചോദിക്കുന്നുണ്ട് സേതു. ഒരു കാര്യം ഉറപ്പാ, ആരെന്ത് തീരുമാനിച്ചാലും പറഞ്ഞാലും ഞാനും ഭാവനയും എന്നും ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇനി എന്തായാലും ഭാവനയെ അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റില്ല സൂര്യ. ആ ജയനും ഭാര്യയും ഇനി ഭാവനയെ കൊല്ലാനും മടിക്കത്തില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ സൂര്യ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ വിവരം ഭാവനയെ നേരിൽ കണ്ട് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഓഫീസിൽ പോകണം, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിറങ്ങാൻ കേട്ടോ. പിന്നാലെ തന്നെ ഭാവനയും സൂര്യയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സൂര്യ പറയുന്നത്, നമ്മൾ ഇത്രയും ഗതികെട്ടവരായി പോയല്ലോ ഭാവന, എന്നും പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, അതെ, ഇത്രയും ഗതികെട്ട അച്ഛനമ്മമാരായി പോയി. ആദ്യത്തെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു, രണ്ടാമതൊരു കുഞ്ഞിനെ ദൈവം തന്നപ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നു. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, അതേ ഭാവന, മാനസയും അമ്മയും കൂടി നമ്മളോട് ഈ ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എത്ര സന്തോഷിക്കേണ്ടതായിരുന്നു. പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട്, സൂര്യ, എല്ലാവരും പറയുന്നത് പോലെ ഇനി മാനസയുടെ ഡെലിവറി കഴിഞ്ഞാൽ അവർ ആ കുഞ്ഞിനെ നമുക്ക് തരാതിരിക്കുമോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളുടെ അച്ഛനും അമ്മയുമാണ് അവളുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയാൻ കേട്ടോ. അവസാനം സൂര്യ പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി ഇപ്പോഴൊന്നും അങ്ങോട്ടേക്ക് വരണം, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സൂര്യ നോക്കിക്കോ, ആന്റി എന്തെങ്കിലും കയ്യാങ്കളി കള്ളം കളിച്ചിട്ട് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാരണം അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം ആന്റി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അങ്ങനെ വാശി കാണിക്കാനും മത്സരിക്കാൻ നിന്റെ മേൽ വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ്. ഇനി എന്തായാലും നീ അധികം പുറത്തിറങ്ങിയൊന്നും നടക്കണ്ട, ഡെലിവറി കഴിഞ്ഞതുവരെ നന്നായിട്ട് സൂക്ഷിക്കണം, ആന്റി പറയുന്നത് പോലെ വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയും കഴിഞ്ഞോളാം, താൻ എന്തായാലും ഇതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട, തൻ്റെ ഓരോ നിശ്വാസവും നമ്മുടെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്,
അതുകൊണ്ട് താൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഭാവനോട് യാത്ര പറഞ്ഞ് സൂര്യ അവിടെ നിന്നും പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ അജയനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അജയനോട് പറയുന്നുണ്ട്, എന്തായാലും സൂര്യയുടെ വീട്ടിൽ എനിക്ക് കയറിക്കൂടാൻ പറ്റിയാൽ അത് മതി, ഇനി ബാക്കി കാര്യങ്ങൾ പതിയെ നമുക്ക് മുന്നോട്ട് വെക്കാം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആ വീട്ടിലുള്ളത് കൊണ്ട് ഭാവന ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്. അവൾ ജീവനിൽ പേടിയുള്ളവരാണെങ്കിൽ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്ന് പ്രസീതയും പറയാണ്. എന്തായാലും ആ വീട് നിങ്ങളുടെ മകളുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനി അവിടെ നിന്ന് നിങ്ങളെ ആരും ഇറക്കി വിടില്ല എന്ന് അനിരുദ്ധന് പറയാണ്. അജയൻ പറയുന്നുണ്ട്, അതുകൊണ്ടും കാര്യമില്ല അനിരുദ്ധ, ഞങ്ങളുടെ മകളുടെ ഭാവി ജീവിതം ആലോചിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആശങ്ക. അപ്പോൾ അനിരുദ്ധന് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ബുദ്ധിമതിയാണ്, ഇപ്പോൾ അവൾ ശ്രമിച്ചാൽ അവൾക്ക് സൂര്യയുടെ ഭാര്യയായിട്ട് അവിടെ സുഖമായിട്ട് കഴിയാം. അതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നടത്തിയെടുക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പ്രസീതയും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ധൃതി വെക്കാതിരിക്കും, പക്ഷെ ഒരു അവസരം വന്നാൽ വിട്ട് കളയുകയും ചെയ്യരുത് എന്നും അനിരുദ്ധൻ പറയാണ്. ഇപ്പോൾ ഭാവന കൂടി ഗർഭിണിയായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ആകെയുള്ള പേടി, അത് കാരണം ഞങ്ങളുടെ മകളുടെ ഉള്ള സ്ഥാനം അവിടെ നിന്ന് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഉണ്ട് എന്നും പറയാൻ അജയൻ. അപ്പോൾ അനിരുദ്ധന് പറയുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം അജയ, ഭാവന ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അവൾ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് തേടിപ്പോകാം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അതൊക്കെ ബുദ്ധിമുട്ടാണ് അനിരുദ്ധ, നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരിക്കലും മറ്റൊരാൾ അറിയാത്ത വിധത്തിൽ വേണം നമ്മൾ പ്ലാനുകൾ മുന്നോട്ട് നീക്കാൻ. അപ്പോൾ അനിരുദ്ധന് പറയുന്നുണ്ട്, അതേ തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഭാവന അവളുടെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കല്ലേ, അവിടെ നിന്നും എങ്ങനെയെങ്കിലും അവളെ പുകച്ച് പുറത്ത് ചാടിക്കണം. അങ്ങനെ അവളെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. തക്ക അവസരം നോക്കിയിട്ട് തന്നെ നമുക്ക് അവൾക്കുള്ളത് കൊടുക്കാം. അവളുടെ ജീവൻ പോവുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഭാഗ്യമായിരിക്കും. വീട്ടിൽ വെച്ചാവുമ്പോഴല്ലേ നമ്മളെയൊക്കെ സംശയം വരികയുള്ളൂ, പുറത്തു വെച്ചാവുമ്പോൾ അങ്ങനെ സംശയത്തിന് ഇടയാക്കില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും അവളെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കണം. അതിനെന്ത് വേണമെന്ന് നന്നായിട്ട് ആലോചിക്കാം നമുക്ക് 3 പേർക്കും എന്ന് പറയാണ്. അതിനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വീട്ടിലോ മറ്റോ ഉണ്ടായാൽ ഉടൻ തന്നെ അജയൻ അറിയിക്കണം എന്നും അനിരുദ്ധൻ പറയാൻ കേട്ടോ. ഞാനും ശ്രമിക്കാം, അമ്പ തിരിച്ചു വന്നാൽ നമുക്ക് കൂടുതൽ ഉപകാരമായേനെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഇക്കാര്യത്തിൽ ഒട്ടും ധൃതി കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്നും പിരിഞ്ഞു പോവാൻ കേട്ടോ. പിന്നീട് വീട്ടിലെത്തിയ ശേഷം അജയനും പ്രസീതയും സംസാരിച്ചു കൊണ്ടേ ഇരിക്കാൻ കേട്ടോ അവരുടെ മകളുടെ ഭാവി ജീവിതത്തെ കുറിച്ചൊക്കെ. അപ്പോൾ ജയം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഏട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കാൻ, മാനസയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് പിന്നിൽ ഞാനാണ് കാരണക്കാരിയെങ്കിൽ അവളുടെ ജീവിതം സേഫ് ആക്കാനും എനിക്കറിയാം, അതിലുള്ള വഴികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. നീ എന്ത് വഴിയാണ് ജയെ കണ്ടിരിക്കുന്നത്? എന്തായാലും എൻ്റെ മകൾക്ക് ഇനിയൊരു ഭാവി ജീവിതം, അതായത് ഒരു ഭർത്തൃയോഗമൊന്നുമില്ലല്ലോ, അത്രയോളം വരില്ലല്ലോ നീ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, അത് തന്നെ ഏട്ടാ ഞാൻ കരുതിയിരിക്കുന്നത്, ഈ കുഞ്ഞുമൊത്ത് മാനസ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കും, അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാണ്. നീ ഒന്ന് തെളിയിച്ച് പറ ജയ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ജയ. അതിനൊക്കെ ഒരു വഴിയുണ്ടാകും, ഞാൻ മുൻകൂട്ടി പറഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. തൽക്കാലത്തിന് ഏട്ടനൊന്ന് അടങ്ങി, നമുക്കിതിനെല്ലാം സാവകാശം ഒരു വഴിയുണ്ടാക്കാം. എന്തായാലും മാനസയുടെ പ്രസവം ഒന്ന് കഴിയട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. അതുവരേക്കൊന്നും ഞങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല ജയ, ഞങ്ങളുടെ മകളുടെ ഭാവി ആലോചിച്ചിട്ട് ഓരോ നിമിഷം ഞങ്ങൾ നീറി കഴിയുകയാണ്. അവളുടെ ഭാവി സേഫാക്കാൻ വേണ്ടിയിട്ട് ഏതുവരെയും ഏതറ്റം പോകാനും ആരെയും കൂട്ടുപിടിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് പോവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ അജയനെ ഫോണിൽ വിളിക്കാണ്ടോ. പക്ഷെ അജയന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, അവൻ എടുക്കുന്നില്ല. അങ്ങനെ പതിയെ ആ വീട്ടിൽ ചെന്ന് നോക്കിയാലും എന്തായാലും ഭാവന ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. പിന്നെ സൂര്യ, അവൻ ദേവനും ഈ സമയം എന്തായാലും അവർ അവിടെ കാണില്ല. അതുകൊണ്ട് അജയനെ ഭാര്യയും സൗകര്യത്തോടു കൂടി കാണാം. ഇനി ജയനിർമ്മല കണ്ടാലും എന്താ, അത് അജയൻ നോക്കിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ അനിരുദ്ധൻ അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കാണ്ടോ. അങ്ങനെ പതിയെ ആ വീട്ടിലെത്തുകയാണ്. അവൻ ചുറ്റും നോക്കി പരിങ്ങിയാണ് വീടിനകത്തേക്ക് കയറുന്നത്. എന്നിട്ട് ഒരുവിധം അജയനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ അജയൻ അനിരുദ്ധനെ കണ്ടിട്ട് പുറത്തേക്ക് ഓടി വരികയാണ്. എന്തിനാ അനിരുദ്ധ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ആരെങ്കിലും കണ്ടാൽ ആകെ പ്രശ്നമാകില്ലേ? അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, എത്ര തവണ ഞാൻ അജയനെ ഫോണിൽ വിളിച്ചു, എവിടെയായിരുന്നു? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ അജയൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, നീ വാ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ അല്പം മാറി നിൽക്കാൻ കേട്ടോ. പക്ഷേ ജയനിർമ്മല ഇതകത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഇത് ആരോട് സംസാരിക്കുന്നത്? അനിരുദ്ധനുമായിട്ടാണല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഏട്ടൻ ഈ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതെങ്ങാൻ ദേവേട്ടനോ സൂര്യയെ കണ്ടാൽ പിന്നെ അത് മതിയാകും. സ്വന്തം ലക്ഷ്യം ആരെയും കൂട്ടുപിടിക്കുമെന്ന് ഏട്ടൻ നേരത്തെ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചായിരിക്കുമോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവൾ പതിയെ ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നത്. ആ സമയത്താണ് കേട്ടോ സൂര്യ അവിടേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അനിരുദ്ധനെ കാണുന്ന സൂര്യ ആകെ വയലന്റ് ആവാൻ കേട്ടോ. അജയനും അനിരുദ്ധനും വളരെ പേടിയോട് കൂടി സൂര്യയെ നോക്കി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ. സൂര്യ ഇറങ്ങി വന്നതും, എടാ അനിരുദ്ധ, നിനക്കെങ്ങനെ ഈ വീട്ടിൽ കയറാൻ ഇത്ര ധൈര്യം വന്നു? ഇറങ്ങണം ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് തല്ലുകയാണ്. ആ സമയത്ത് ജയനിർമ്മല ഇത് കണ്ടുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. സൂര്യ ഒന്ന് വിട്, മാറി നിൽക്ക് എന്നൊക്കെ പറയാണ്. കണ്ടല്ലോ അമ്മയുടെ പുഞ്ഞാര, ആ ഏട്ടനെ ഈ വീട്ടിൽ കയറ്റിയത് കൊണ്ടുള്ള ഉപകാരം.
ഇനി ഏതൊക്കെ തെരുവുതെണ്ടികളാണാവോ ഈ വീട്ടിൽ കയറാൻ പോകുന്നത്. എല്ലാം അമ്മ വരുത്തി വെച്ച് തന്നെയാണ്. ഇനി എന്നെ അടക്കി നിർത്താൻ അമ്മ നോക്കണ്ട. ഭാവനയെ തകർക്കാൻ നോക്കിയ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ടല്ലോ. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പ്രത്യേകം അമ്മയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്നും അവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി ഒരു നിമിഷം പോലും എന്നെ ഈ വീട്ടിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യ അകത്തേക്ക് വളരെ ദേഷ്യത്തിൽ കയറി പോവാട്ടോ.